എല്ലാവർക്കും നമസ്കാരം. ആൾക്കാർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു ടെക്നിക്കാണ് അവര് ഫ്യൂച്ചർ ഫേക്കിംഗ് എന്ന് പറയും. അതായത് ഒരു പ്രശ്നം വരുമ്പോഴേ, ഒരു വഴക്ക് വരുമ്പോഴേ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇനി അത് ചെയ്തോളാവേ, ഇനി അങ്ങനെ മേല ഉണ്ടാവത്തില്ലേ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചോളാവേ, ഇങ്ങനെ ആ ഒരു വഴക്കിന്റെ സമയത്ത് ഒരു ഫോഴ്സ് ആയിട്ടുള്ള ഒരു പ്രോമിസ് കൊടുക്കും. പ്രോമിസ് കൊടുത്തിട്ട് ഈ വഴക്കിന്റെ ടെൻഷൻ കുറയുമല്ലോ, ആ സമയമാകുമ്പോഴത്തേക്കും അവരത് വിട്ടുകളയും. അങ്ങനെ റിപ്പീറ്റഡായി ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. അതായത് പ്രോമിസ് കൊടുക്കും, ഇങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്തോളാം എന്നെല്ലാം പ്രോമിസ് കൊടുത്തുകൊണ്ടേയിരിക്കും. ആ വഴക്കിന്റെ പ്രശ്നം തീർന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നിന്ന് വിട്ടുപോവുകയും ചെയ്യും. ഇതിൻ്റെ അകത്ത് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആ വഴക്ക് പെട്ടെന്ന് അവർക്കവിടെ അവസാനിപ്പിക്കണം. അവർ ചെയ്തോളാം എന്നുള്ള ഉറപ്പ് കൊടുത്ത് നമ്മൾ അവരെ ഉപേക്ഷിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ അവരെ വേദനിപ്പിക്കുന്ന രീതി പെരുമാറില്ല എന്ന് ഉറപ്പ് വരുത്തി നമ്മളെ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇനി ഇത് സംഭവിക്കാതിരിക്കാനായിട്ട്, ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ആക്ഷൻ എടുക്കാൻ നമ്മളെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. എന്തൊരു ലക്ഷ്യബോധത്തോടെ അവർ പ്രവർത്തിക്കുന്നതല്ലേ. സോ ഇങ്ങനെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുക. നല്ലൊരു വൈകാരിക ബുദ്ധി അതിന് ആവശ്യമാണ്. എല്ലാവർക്കും നല്ലൊരു വൈകാരിക ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഡോക്ടർ എലിസബത്ത് ജോൺ ഫ്രം ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്റർ. താങ്ക് യു.